ഇവിടുത്തെ വീടുകൾ, ഡോലപ്പുരകൾ. വെൽക്കം ബാക്ക്, ഷെബിയാണ്. അപ്പോൾ കൊല്ലങ്കോടാണ്, പാലക്കാട്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ലെങ്തി ആയപ്പോൾ നമ്മളവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ മാതിരി തന്നെ ഞാനുണ്ട്, അതുപോലെ നമ്മളെ ചങ്കുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ കൊല്ലങ്കോട് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതേമാതിരി നെൽപ്പാടങ്ങളും അങ്ങനെ ഒരു പഴമ ഫീലിംഗ്, നോസ്റ്റ് ഫീലിംഗ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങളിപ്പോൾ ആളും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാടിനുള്ളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളും ഇവിടെ ഇല്ല കേട്ടോ. കുറെ പട്ടികളുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ പട്ടികൾ. യെസ്, ഡോഗ്. പട്ടികൾ ചെയ്യണ്ട ഞാൻ അതിനൊരു തെറ്റ് വേണ്ട. അതേ ഓട്ടർഷ പതുക്കെ സ്ഥലത്തിനടുത്ത് അവനെന്തോ കണ്ടുകണ, നേരെ വരുന്നുണ്ട്. ഞങ്ങള് നേരെ പോകും. ലക്ഷം വീട് കോളനി ഉണ്ട് തോന്നുന്നുണ്ട്. നാട്ടുമ്പുറാണ്. ഒരു വീട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത വീട്. ഇത് മോഹൻലാൽ ഫാൻസിന്റെ അതൊരു വണ്ടിയാന്ന് തോന്നുന്നു. ഇതൊക്കെ ഇനി ഇവിടുത്തെ വീടുകള്, ഡോലപ്പുരകള്. ഒരു വീട് കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീട്. ഒരു ലക്ഷം വീട് കോളനിയാണിത്. ചെറിയൊരു അരുവി ഇതിലിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. റോഡായിട്ടാണിത്. ആ റോഡിനെ കുറിച്ചൊരു ഐഡിയയും കിട്ടുന്നില്ല. അരുവി അങ്ങനെ ഒരു പ്രത്യേക മാതിരിക്കത്തൊരു എന്താ പറയാ അരുവിയാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി തന്നെ നാട്ടുമ്പുറത്തൂടെ നമ്മൾ പോണത്. പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആദിവാസി ടച്ചാണ്. ഇവിടെ കാണുന്ന ആളുകളെ കണ്ടാലും ഒക്കെ ഒരു ആദിവാസി ഗോത്രത്തിൽ വിഭാഗത്തിൽ പെട്ടതാണ്. അവരുടെ വീടുകളും അവരുടെ എന്താ പറയുക കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെയായിട്ടല്ലേ കടകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡാണ് കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട് കയറിയ മാതിരിയാണ് ഇപ്പോൾ ഫീല്. In 500 meters, turn right. നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോണ മാതിരി കേട്ടോ. വലിയൊരു ഇതൊന്നുമില്ല, ഒരു കാട്ടുകൂടല്ലേ യാത്ര. ചുറ്റുഭാഗത്തും മലകളും പിന്നെ അതേമാതിരി തൊട്ടടുത്തടുത്ത് വീടുകള്, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ മലകളുണ്ട്. അവിടെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ല. മോനെ എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിങ്ങള്. അവിടെ നല്ല കാറ്റുണ്ട്. എന്താ പറയാ, മുന്നിൽ വലിയൊരു മല ഉണ്ട്. നമുക്ക് കാണണ്ടോ അറിയില്ല. അവിടുന്ന് ചെറുതായിട്ട് വെള്ളം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറുതായിട്ട് അറിയാം, നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് കാണും. In 200 meters, your destination will be on the left. ഏതാ സ്ഥലം നോക്കിങ്ങള്. നല്ല കാറ്റ് തന്നെയുണ്ട്. അതുകൊണ്ടാട്ടെ ക്ലാസ് എന്തിച്ചേ. രണ്ട് സൈഡിലും ഇതേമാതിരി നെൽക്കതിരുകളാണ്. മുന്നിലാണെങ്കിൽ വലിയൊരു മലകളുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നിർത്താനൊരു ഓപ്ഷൻ ഇല്ല. അവിടെ പാർക്കിംഗ് ഉണ്ട് അല്ലേ? അപ്പൊ ടിക്കറ്റ് ഉണ്ട്. ചെക്കന്മാടെ കച്ചവടം നിർത്തണ്ടല്ലോ. മോനെ നിങ്ങളിത് വീഡിയോയിൽ എങ്ങനെ കാണുന്ന എനിക്കറിയില്ല, പക്ഷെ ശരിക്ക് കണ്ടാണ്ടല്ലോ പ്രത്യേക രസമാണത്. നോക്കുന്നിടത്തൊക്കെ ഈ നെൽക്കതിരുകളാണ്. ഒരുപാട് ആളുകളുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. അവിടെ മൊത്തം പാർക്കിംഗ് വരും. നമ്മൾ ഇനി അങ്ങോട്ട് അവിടെ ഉണ്ട് ഫ്ലവേഴ്സ് ഷോ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഇതുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. എല്ലാതും ഉഷാറാക്കിയാണ്. വളരെ നൈസായി. ഇതാണ് നമ്മളെ പാലക്കാടിൻ്റെ ഭംഗി.
കാറ്റടിക്കും നോക്കികള്. അങ്ങനെ നമ്മൾ താമരപ്പാടത്തിനോട് വിട പറഞ്ഞിട്ട് താമരപ്പാടാട്ടോ ഇതിന്റെ പേര്, നേരത്തെ പറയാൻ മറന്നുപോയി. നമ്മളിവിടുന്ന് എന്തായാലും ഇനി അടുത്ത സ്ഥലത്ത് പോവാണ്. അടുത്ത സ്ഥലത്തിന്റെ പേര് ഇപ്പം എന്താണ് ഞാൻ മറന്നുപോയി. അപ്പൊ നോക്കിയിട്ട് വന്നല്ലോ. ഫുള്ളൊരു ഓഫ് റോഡ് റോഡാട്ടത്. കുടുങ്ങി. അങ്ങനെ ഏകദേശം നമ്മൾ അടുത്തെത്താറായിരിക്കുന്നു. ഒരു അമ്പുണ്ട് ചെറുത്ത്. ചെറിയ റോഡാട്ടോ, വീതിയില്ലാത്ത റോഡാണ്. ബൈക്കാണെങ്കിൽ ഷാറോ പറയണ്ടേ. കാറാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ പോകേണ്ടി വരും. ചെറുത്ത് കുഴപ്പമുണ്ടാവില്ല. ആ മല ഉണ്ടല്ലോ, ആ ഒരു വ്യൂ അടിപൊളിയാണ്. ഇതാണ് ആ സ്ഥലം. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല. നല്ല ഇനി പോകണ്ട് എന്നിട്ട് നമുക്ക് അവിടെ സൈഡ് കാക്കിയ പ്രശ്നമില്ലല്ലോ. 200 meters, turn right onto Chinganchira Road. രസമല്ല റോഡില്ലേ, നാട്ടുംപുറം തന്നെ. Take the next right onto Chinganchira Road, then turn left. ഇവിടെ എന്താ പറയാ, കുറച്ച് ആളുകളുണ്ട്. പ്രകൃതി ക്ഷേത്രം ഇവിടെ എന്താ പറയാ, വണ്ടി പോലെ വയലുണ്ട്. ഇതേമാതിരി പാടങ്ങള് കൊയ്യൊക്കെ ചെയ്യട്ടെ. ഇതാ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇടവഴിയാണിത്. സംഭവം പറഞ്ഞാൽ കറക്റ്റാണ്, മനസ്സിലാവില്ല കേട്ടോ. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടല്ലോ. ഫുഡ് കഴിക്കാൻ തെരഞ്ഞ് ലാസ്റ്റ് ഇതാ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. നമ്മൾ കുറച്ച് മുന്നേ നിർത്തിയാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ വരേണ്ടി വന്നു നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നു കഴിക്കാനായിട്ട്. വേറെ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുള്ള് ചപ്പുചവറുകളാണ്. എവിടെ നോക്കിയാലും ഈ നെൽപ്പാടങ്ങൾ മാത്രമേ ഉള്ളേ. അതിനെല്ലാം പാലക്കാടില്ലേ. അപ്പം ഏകദേശം നമ്മൾ ഒരു സ്ഥലം പാടെ കവർ ചെയ്യണം എന്ന് കരുതിണ്ടേനി. നമ്മളവിടെ പോയി, പക്ഷെ അവിടെ അമ്പലം മാത്രമേ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വല്ലാതെ അവിടെ നിന്ന് മുട്ടിച്ചിരുന്നില്ല. വേഗം നമ്മൾ തിരിച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇപ്പോൾ റോഡ് സൈഡിൽ വെറുതെ കാറ്റും കൊണ്ടിരിക്കുക. നല്ല കാറ്റാട്ടോ അവിടെ, നല്ല അടിപൊളി കാറ്റാണ്. നിന്ന മുതലാവും ഇവിടെ. നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളെ എന്താ പറയുക NH കയറി. നല്ല മഴയാണ്, നല്ല മഴയല്ല, ചെറുതായിട്ട് മഴ ചാറ്റൽ തുടങ്ങിയത് കേട്ടോ. മഴ ചാറ്റൽ തുടങ്ങി. നല്ല രസമുണ്ട് ഇങ്ങനെ ഇട്ടിട്ട്. അപ്പൊ ഇനി എന്തത്, അപ്പോൾ ഇനി നമ്മൾ നേരെ പോവാണ്. എന്താ പറയുക, തിരിച്ചു പോവാണ്. നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അതിൽ പകുതി മുക്കാലും ടെമ്പിൾസാണ്, അമ്പലങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം കയറാൻ പറ്റില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നേരെ റിട്ടേൺ പോവാണ്. പൂരം കേസ്, പൂരം. അമ്പലത്തിൽ പൂരം നടക്കുന്നുണ്ട്.
എന്താ പറയാ, അവിടെ ഭയങ്കര ബ്ലോക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഇത്രയും നേരം ഷൂട്ട് ചെയ്യാനും ഇതിനൊന്നും കഴിയാത്തത്. ഏകദേശം ഇപ്പൊ രാത്രിയായി, 6:30 ആയി ഇപ്പൊ. അപ്പൊ ഇനി നേരെ നമ്മള് എന്താ പറയാ തിരിച്ചു പോവാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മള് പാലക്കാട് വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ശരി, ഓക്കെ, ബൈ.